നമസ്കാരം പ്രിയപ്പെട്ടവർ, ഞാൻ ഇടവേള റാഫിയാണ്. ഞാനിപ്പോൾ ഉള്ളത് പ്രസിദ്ധമായ കൊച്ചിൻ കലാഭവൻ്റെ മുമ്പിലാണ്. അറിയാലോ, ഒട്ടനവധി കലാതാരങ്ങളെ കേരളത്തിൻ്റെ മണ്ണിന് സംഭാവന നൽകിയ ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ആബേലച്ചനാണ് ഈ കാണുന്നത്. ഫാദർ ആബേൽ, കലാഭവൻ്റെ ശില്പി. അദ്ദേഹം തിരികൊളുത്തിവിട്ട കൊച്ചിൻ കലാഭവൻ ഇന്ന് ലോകപ്രസിദ്ധമാണ്. ലോകത്തെമ്പാടുമുള്ള മലയാളികളുടെ ഇടയിൽ, എല്ലാത്തിൻ്റെ ഇടയിലും വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് കൊച്ചിൻ കലാഭവൻ്റെ മെഗാ ഷോ ടീമിൻ്റെ പോസ്റ്ററാണ്. കൊച്ചിൻ കലാഭവൻ്റെ മെഗാ ഷോ പാട്ടും കളിയും മിമിക്സും ഡാൻസും എല്ലായിട്ട് മെഗാ ഷോ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ കുടുംബസമേതം ഒഴിവ് ആണല്ലോ. അപ്പോൾ എന്തായാലും കുടുംബസമേതം എറണാകുളത്ത് വന്ന മക്കൾക്ക് സന്തോഷം വേണ്ടി വന്നതാണ്. ഇപ്പോൾ കലാഭവൻ മുമ്പിൽ വരാണ്ടിരിക്കാൻ കഴിയില്ല. കലാഭവൻ നമ്മളെ ഒരുപാട് ജീവിതത്തിലേക്ക് വഴി തിരിച്ചു വിട്ടൊരു സ്ഥാപനമാണ്. മാത്രമല്ല ഒട്ടനവധി പ്രഗത്ഭരായ ആളുകളെ വാർത്തെടുത്ത വലിയൊരു പ്രസ്ഥാനമാണ് ഫാദർ ആബേലച്ചൻ്റെ. എന്തായാലും ഒരുപാട് നല്ല ഓർമ്മകൾ നിൽക്കുന്ന കൊച്ചിൻ കലാഭവൻ്റെ മുമ്പിൽ ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും കൊച്ചിൻ കലാഭവൻ്റെ മുമ്പിൽ ഞാനിപ്പോൾ എറണാകുളത്താണുള്ളത്. കൊച്ചിൻ കലാഭവനിൽ മിമിക്രി അധ്യാപകനായിട്ട് ഒരുപാട് വിദ്യാർത്ഥികളെ വാർത്തെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ കൊച്ചിൻ കലാഭവൻ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഇവിടെ ചിത്രരചന, മ്യൂസിക്കൽ, കർണാട്ടിക് എല്ലാ ഐറ്റംസുകളും, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻസുകൾ, ഒപ്പം തന്നെ യോഗ എന്ന് വെക്കേണ്ട ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ വ്യക്തിത്വം വളർത്തിയെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ സാംസ്കാരിക രംഗങ്ങളിൽ എങ്ങനെ ഇടപെടാം എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് കാഴ്ചപ്പാടുകൾ കൊച്ചിൻ കലാഭവൻ മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ മക്കളുടെ ഈ വെക്കേഷൻ സമയത്തൊക്കെ നിങ്ങൾ കലാഭവനിൽ ചെന്നിട്ട് അവരെ ചേർക്കുക. കൊച്ചിൻ കലാഭവനിലൂടെ നമുക്കറിയാം ഒരുപാട് ലോകപ്രശസ്തരായ ആളുകളെ വാർത്തെടുത്ത വലിയൊരു പ്രസ്ഥാനമാണ് ഫാദർ ആബേലച്ചൻ തിരികൊളുത്തിയ വലിയ പ്രസ്ഥാനമാണ് കൊച്ചിൻ കലാഭവൻ. കൊച്ചിൻ കലാഭവനിലൂടെയാണ് മലയാള സിനിമയിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള ഒരു 90% ആളുകൾ കൊച്ചിൻ കലാഭവൻ്റെ സംഭാവനകളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പം തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോസ് കാണിച്ചു.